ഹായ് ഗൈസ്. അപ്പം ഇന്ന് സ്പെഷ്യലായിട്ടൊരു മീറ്റ് കറി വെക്കുന്നത് കാണാം നമുക്ക്. ഇന്ന് ഞാനല്ല കുക്ക് ചെയ്യുന്നത്, കാക്കയാണ് കുക്ക് ചെയ്യുന്നത്. സോ കാക്കയുടെ കുക്കിംഗ് സ്കിൽസ് നമുക്ക് കാണാം. കാക്ക എന്താ ഉണ്ടാക്കാൻ പോന്നേ? എന്റെ ഡിഷ് ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല ഇല്ല. ഇതൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കി തരാം. ഓക്കെ. കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. സോ നമ്മൾ മീറ്റാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള മസാലാസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാക്കയുടെ സ്പെഷ്യൽ കൂട്ടാണ് ഇവിടെ കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാം. മസാല വേവിക്കാനുള്ള കൂട്ടല്ലേ? മസാലയൊക്കെ ഇട്ടിട്ട് മീറ്റ് വേവിക്കാൻ പോയല്ലേ കാക്ക? യെസ്, ഫോർ ദ സൈക്ക് ഓഫ് ഫ്രീഡം, ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോ മീറ്റൊക്കെ ഏകദേശം സെറ്റായ സ്ഥിതിക്ക് നമുക്കിനി അത് അടുപ്പിലോട്ട് വെക്കേണ്ടി വരും. മീറ്റിന് ചേർക്കാനുള്ള എല്ലാ ചേരുവകളും എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഇവിടെ, തേങ്ങാപ്പാല് എല്ലാം ഉണ്ട്. ഇതെന്തിനാ ഇപ്പൊ ഇതൊക്കെ ഇടുന്നത്? അരയ്ക്കാൻ പോവാണോ? കണ്ടോ? ഓക്കെ, നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഉള്ളി മിക്സിയിൽ ഇടുന്ന എന്തായാലും അരിക്കാനായിരിക്കുമല്ലോ. ചതച്ചെടുക്കാൻ പോവാണ് നമ്മൾ. ചെറിയ ഉള്ളി ഇനി ചതച്ചിട്ടെടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഉള്ളി എന്തായാലും ചതച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ചതച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. പച്ചമുളക് ഇടുന്നുണ്ടോ അതോ അത് സെപ്പറേറ്റ് ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് അരച്ചെടുക്കാം, ഇഞ്ചിയും വെളുത്തുള്ളിയും. ഓക്കെ. ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരാൾ കാര്യമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഇക്ക ഉറങ്ങുവാണോ? ഓക്കെ, നല്ല ഉറക്കത്തിലാണ് ഗൈസ്. നമ്മള് മീറ്റ് വേവിക്കാൻ വെച്ചതാ. പക്ഷേ ഇല്ല ഇല്ല മാറ്റിക്കില്ല. പക്ഷെ നമ്മൾ വിസിലിടാൻ മറന്നുപോയി, അത്രേ ഉള്ളൂ. അവസാനം വെള്ളമല്ല പൊങ്ങി വീണപ്പോഴാണ് നമ്മൾ ആലോചിച്ച, അയ്യോ വിസിലിട്ടില്ലല്ലോ, എന്താ ഈ ശബ്ദമെന്ന്. അപ്പൊ നമുക്ക് ഒഫീഷ്യലി വിസിലിട്ടിട്ട് വേവിക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ വിസിലിട്ടിട്ടുണ്ട്. ഇനി അത് കുഴപ്പമില്ലാതെ വെന്ത് വരും. കുഴപ്പമില്ല, നമ്മൾ ആദ്യമായിട്ടൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ ഈ സാധനം ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ചില സമയങ്ങളിൽ, അല്ലേ കാക്ക, സാങ്കേതിക ബുദ്ധിമുട്ടിനാൽ, അല്ല എന്താ പറയുന്നേ, അറിയാത്തത് കൊണ്ടിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കും. ക്വയറ്റ് നാച്ചുറൽ, മൈൻഡ് ആക്കണ്ട. അത് തന്നെ. എന്ത് ചെയ്യാൻ പോവാ? ഓക്കെ. ചെറിയ ഉള്ളിയും സവാളയും കൂടി ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂപ്പിക്കണം. അതെ. അതിനുശേഷം നമ്മൾ ഇതെടുത്ത് മീറ്റ് എടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് മസാല എല്ലാം ചേർത്ത് അതിനുശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. അതെ, ഇതാണ് കാക്കയുടെ റെസിപ്പി, സീക്രട്ട് റെസിപ്പി. സ്വന്തം റെസിപ്പിയാണെന്ന് വിചാരിക്കല്ലേ, ഇതിന് വേറൊരു സോഴ്സ് ഉണ്ട്, അല്ലേ കാക്ക? സോഴ്സ് ഇല്ലേ? ശത്രുക്കള് പലതും പറഞ്ഞുണ്ടാക്കും, നമ്മൾ കാര്യമാക്കരുത്. അതിന് നമ്മള് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, നല്ല കോക്കനട്ട് ഓയിൽ. ഇനി അടുത്തത് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും, ഇപ്പൊ അത്യാവശ്യം ചൂടായിട്ടുണ്ട്, ഇനി നേരെ ഉലുവ ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കടുക് ഇടൂലേ? ഇല്ല, ഉലുവയാണ് മെയിൻ. ഓക്കെ, കടുക് ഇടൂല. അങ്ങനെ ഉലുവ ഇട്ട് കൊടുത്തു. ഉള്ളി ഇതാ ഇട്ടിട്ടുണ്ട്. കുഞ്ഞുള്ളി, കുഞ്ഞുള്ളിയിലല്ല, കൊച്ചുള്ളി ഇതാ എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എപ്പോഴാ? കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ ഇടുന്നേ. ഇനിയിപ്പൊ ഈ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കും അല്ലേ? ഒരു കറക്റ്റ് നല്ല ബ്രൗൺ ഷെയ്ഡിൽ എത്തുന്നത് വരെ അടിപൊളിയായിട്ട് വഴറ്റിയെടുക്കും. അപ്പൊ നമ്മുടെ സീക്രട്ട് റെസിപ്പി വരുന്ന സ്ഥലം എവിടെന്നാന്ന് മനസ്സിലായല്ലോ. കാക്കയുടെ സ്വന്തം റെസിപ്പി ഒന്നും അല്ല ഇത്, ചേട്ടത്തിയുടെ റെസിപ്പിയാണ്. ചേട്ടത്തിയുടെ നേരത്തെ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജാങ്കോ, നീ അറിഞ്ഞ
ഞാൻ പെട്ടു. എന്തായി കാക്ക ബ്രൗൺ കളർ ആയ ഉള്ളി? ആയി വരുന്നു. ഉള്ളി വഴന്തോണ്ടിരിക്കുകയാണ്. ഉപ്പിട്ടാ? ഉപ്പ് ഇതിനകത്ത് എന്തിനിടുന്നത്? ഉള്ളിയിൽ ഉപ്പിട്ടിട്ടാണ് വഴറ്റുന്നത്. ഉള്ളിൽ അത് കുറച്ച് കഴിഞ്ഞിട്ടാ പോരെ? അല്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് വഴറ്റാന്ന്. ആ അതെ, ഉപ്പിട്, എന്നാലേ പെട്ടെന്ന് വഴണ്ടി വരുള്ളൂ. ഇല്ലെന്ന്, ഉപ്പിട്. അത് ഒരു ലേശം ഇട്ടാ മതി. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നിന്ന് ഇളക്കണം അല്ലേ കാക്ക? ഞാൻ മൈക്ക് പൊക്കി പിടിക്കുന്ന വേറൊന്നും കൊണ്ടിട്ടല്ല, അല്ലെങ്കിൽ സൗണ്ട് കിട്ടത്തില്ല, അതുകൊണ്ടാ. അപ്പൊ ഇപ്പൊ എന്തൊക്കെ ഇട്ട് കാക്ക? ഇപ്പൊ തക്കാളിയും പച്ചമുളകും അത് ഇതിന്റെ കൂട്ടത്തിലിട്ട് നന്നായി ഒന്ന് വരട്ടിയെടുക്കണം. അപ്പം എല്ലാം ഒരു നല്ല വേവാവും. അപ്പൊ നമ്മളെ മസാല ഇടാൻ പോവുകയാണ് അടുത്തത്. 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് നമുക്ക് 1 സ്പൂൺ ഇടാം. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് നമുക്ക് അവസാനം നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ഇടാം. മുളക് പൊടി ഇട്ട് ഇനി അടുത്ത മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇടാം, എന്നാലും എൻ്റെ ഒരു ഗുമ്മ വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ മസാലാസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊക്കെ ഉള്ളി സെറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും അല്ലേ? അതിനല്ലേ ഇതെന്തിനാ ഇങ്ങനെ നിക്കുന്നതെന്ന് അറിയാവോ? അവിടുന്ന് ഗൈഡൻസ് കിട്ടുന്നുണ്ട്, അത് കാണാതിരിക്കാൻ വേണ്ടിട്ട്. ഗൈഡൻസ് കിട്ടുന്നില്ലേ? അപ്പൊ നമ്മൾ ഇനി ഇത് തുറക്കാൻ പോവുകയാണ്. അയ്യോ, അപ്പൊ തുറന്നിട്ട് കാണാം. നമുക്കിനി കുക്കർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാവേ, മീറ്റ് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. 1 2 3. തിളച്ചോണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഈ മസാലകളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഇത് അഗെയിൻ മിക്സ് മിക്സ് മിക്സ്. ഇനി അടുത്ത പരിപാടി എന്താ? അടുത്തത് ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഈ ബീഫ് നമ്മൾ ഇതിലേക്ക്. ഇനി അടുത്ത എന്താ പരിപാടി? ഈ മസാല നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ മീറ്റ് എടുത്ത് നേരെ ഇതിലേക്ക് നമ്മൾ തട്ടുവാണ്. അതിനുശേഷം നല്ല ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വേവിക്കണം. എന്നിട്ട് ഒരല്പം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അട്ടിപ്പൊളി മീറ്റ് കറി റെഡിയാവും. ഇനി നമുക്ക് മീറ്റ് തട്ടി കൊടുക്കാൻ പോവാണ്. ഇനി മീറ്റ് അധികം കിടന്ന് വെന്ത് സെറ്റ് ആയിക്കോളും അല്ലേ? അത്യാവശ്യം നല്ലതുപോലെ മീറ്റ് വെന്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? വായിൽ വെള്ളം വരുന്നുണ്ടോ? കഴിക്കുമ്പോഴത്തേക്ക് ഇതൊന്നും. കാക്ക ഇപ്പൊ എന്താണ് സിറ്റുവേഷൻ? ഇതുപോലെ നല്ല തിക്ക് ഗ്രേവി ആവുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ നേരെ ഒഴിക്കണം. ഒഴിച്ച് അടച്ചു വെച്ചേക്കണം. അപ്പൊ ഇനിയിപ്പോ തേങ്ങാപ്പാൽ ഒഴിച്ച് അടച്ചു വെക്കണം. ഓക്കെ. അങ്ങനെ അതേ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് കടന്നു. ഇനിയിപ്പോ ഇത് തിളച്ച് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യോ? അതായത് ഇപ്പൊ നമ്മളിതൊരു ലോ ഫ്ലെയിമിലിട്ടാണ് വേവിക്കുന്നത്. ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനെ തുറക്കാൻ നേരത്തൊരു മണമുണ്ട്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. പിന്നെ കഴിച്ചതിന് ശേഷം നിങ്ങളാണ് റിവ്യൂ പറയാനുള്ളത്. ഇപ്പൊ തന്നെ വായിൽ വെള്ളം ഊർന്നേ. കൊള്ളാം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഇത് അടച്ചു വെച്ച് സെറ്റ് ആക്കാം. കാക്ക അവിടെ കഷ്ടപ്പെട്ട് കറി വെക്കുമ്പോ ഇവിടെ ഒരാള് ഭയങ്കര ഉറക്കം. വിളിച്ചെണീപ്പിച്ചാലാ? എഴുന്നേക്കാൻ സാധ്യതയില്ല, എന്നാലും നമുക്കൊന്ന് വിളിച്ചെണീപ്പിച്ച് നോക്കാം. വീഡിയോ ഓണാ? വീഡിയോ ഓണാ? എന്താ ഉറങ്ങുന്നേ?
ഓർക്കാൻ പറ്റുന്നത്. അതെനിക്ക് മനസ്സിലായി. എണീക്കുന്നില്ലേ? എപ്പോ എപ്പോ ഇപ്പം ഇപ്പോ എണീക്ക്. ഉം. കറി സെറ്റായി ഇവിടെ. എഴുന്നേറ്റ് പാടേ, ഇടിവെട്ട് തേങ്ങാപ്പാൽ സമയം എന്തായി? ആ, നിക്ക് നിക്ക്. ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ? നോക്കാം. ചൂടിനകത്ത് വെച്ചാണ്. എക്സ്പ്രഷൻ ഒന്ന് നോക്ക്. അരപ്പ് എങ്ങനെയുണ്ട്? സൂപ്പർ കറി. ഇത് കറിയേ, ഇത് കാപ്പിക്ക് പറ്റിയ കറിയാണ്. കാപ്പി എന്ന് പറഞ്ഞാൽ പലഹാരത്തിന് അരിപ്പത്തിരിയും ഈ മീറ്റ് കറിയും കൂടെ ആണെങ്കിലും അടിപൊളിയായിരിക്കും. ഗംഭീരം. ഉം. വാവ്. അപ്പൊ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച ഇടിവെട്ട് മീറ്റ് കറി അടിപൊളി കറി. കൊള്ളാം. അടിപൊളിയല്ലേ? ഇനി ഒരു കാര്യം. ഇക്ക, എങ്ങനെയുണ്ട്? കറി കൊള്ളാം. കൊള്ളാല്ലേ? സൂപ്പറല്ലേ? സൂപ്പർ. ഞാനേ ഇങ്ങനെയുള്ള കറികൾ വെക്കുന്നതിന്റെ പിറകിൽ ഒരു ചേതോവികാരമുണ്ട്. എന്താണെന്നറിയോ? എനിക്കൊന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഇതേ കണക്കൊരു മീറ്റ് കറി ഞാൻ വീട്ടിൽ ട്രൈ ചെയ്തായിരുന്നു. ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ആരിഫും ഉമ്മായും പിന്നെ അത് കഴിച്ചവരൊക്കെ ചേർന്ന് എന്നെ കളിയാക്കി കൊന്ന്. അതിന് എരി കൂടിപ്പോയി. അത് അങ്ങനെയാണ്. അപ്പം ഈ ജയസൂര്യയുടെ വെള്ളം സിനിമയില്ലേ, അതിനകത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്. അതായിരുന്നു പിന്നെ എൻ്റെ ഇൻസ്പിറേഷൻ. ഇൻസൾട്ടാണ് മുരളി ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. സത്യം, നമുക്ക് ഏതൊരു മേഖലയിൽ നമുക്കൊരു ഇൻസൾട്ടേഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെ നിന്ന് നമ്മൾ കയറാൻ ശ്രമിക്കണം. ആ കയറുന്ന കയറ്റമാണ് നമ്മുടെ ജീവിത വിജയം പോലും. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. യെസ്, ഫോർ ദ സൈക്ക് ഓഫ് റിലം, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. അപ്പൊ ഞാൻ ഇതൊന്ന് ട്രൈ ആക്കി നോക്കട്ടെ. ഞാൻ നേരത്തെ ഒന്ന് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുന്നേ. ഇപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്, ഒന്ന് നോക്കി നോക്കാം. ആദ്യം ഞാൻ അരപ്പൊന്ന് നോക്കട്ടെ. അടിപൊളി സാധനം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാക്ക അടിപൊളി, ടാലന്റ് ഉണ്ട്, ഷെഫ് ആവാനുള്ള ടാലന്റ് ഉണ്ട്. ഇനി നമുക്ക് മീറ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കാം. നല്ല ചൂടുണ്ട്. സൂപ്പർ, ഇത് ഇഷ്ടപ്പെട്ടോ? അടിപൊളി. കാക്ക വീട്ടിലൊക്കെ മാറിയും തിരിഞ്ഞും വിളിച്ചോണ്ടിരിക്കുകയാണ്. കാര്യം കാക്ക ഉണ്ടാക്കിയ റെസിപ്പി സെറ്റ് ആയത് കൊണ്ടിട്ട് ഇനി വീട്ടിൽ കുറച്ച് ഷോ ഇറക്കണം. അന്ന് കറി ഉണ്ടാക്കി ഫ്ലോപ്പായിട്ട് വീട്ടുകാർ കളിയാക്കിയത് കൊണ്ട് അങ്ങനെ ഉമ്മായെ വിളിച്ചേക്കാണ്. ഒന്ന് തിരിഞ്ഞ്. നീണ്ട ഒരു ജീവപര്യന്ത കാലം ഞാൻ അനുഭവിച്ച വേദനയും വിഷമവും ഇന്ന് ഇവിടെ തീർക്കുകയാണ്. അത് പറയുന്നവർക്ക് അറിയില്ല, അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. എങ്ങനെ കൊള്ളാം, വൻ അഭിപ്രായം.